ഇപ്പോൾ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ വിരമിക്കൽ ചടങ്ങ് നടക്കാൻ പോവുകയാണ്. പ്രമുഖർ ഉൾപ്പെടെ ചടങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. അഷിൻ ഡിയാഗോ ചേരുന്നു. അഷിൻ, ചീഫ് സെക്രട്ടറിയുടെ വിരമിക്കൽ അത് വലിയ ആഘോഷമായി തന്നെ നടത്താനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടന്നു കഴിഞ്ഞോ? റോഷ്നി, തീർച്ചയായും വൈകിട്ട് 4 മണിയോടുകൂടി തന്നെ ശാരദാ മുരളീധരന്റെ സ്ഥാനമൊഴിയൽ ചടങ്ങുകൾ നടക്കുകയാണ്. സെക്രട്ടറിയിലെ ദർബാർ ഹാളിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ചീഫ് സെക്രട്ടറിയുടെ അടുത്ത് തന്നെയാണ് ഉള്ളത്. ഇന്ന് വിരമിക്കുകയാണ്. എന്തൊക്കെയാണ് പുതിയ പ്രതീക്ഷകൾക്ക്? പുതിയ പ്രതീക്ഷകളോ? അല്ല, ഇപ്പം ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കുറേയധികം നല്ല കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകും. അതൊക്കെ ഇനി പുറത്തു നിന്ന് ഞാൻ വീക്ഷിക്കും. അതിന്റെ സന്തോഷം ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ സ്വന്തം കാര്യം നോക്കുകയാണെങ്കിൽ 35 വർഷമായിട്ട് പണിയെടുക്കേ, ഇനി കുറച്ച് നന്നായിട്ട് ഉഴപ്പണം. കുറച്ചാളോ ഉഴപ്പേണ്ട പരിപാടിയാണ്? ഉഴപ്പേണ്ട പരിപാടി തന്നെയാണ്. അന്ന് ഉഴപ്പി മതിയായിട്ട് വേണമെങ്കിൽ ബാക്കി എന്തെങ്കിലുമൊക്കെ ആലോചിക്കാൻ. നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ട്രിപ്പിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അല്ല, യാത്ര പോകണം എന്നുള്ള പ്ലാനുണ്ട്, എഴുതണം എന്നുള്ള പ്ലാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇപ്പം വഴിയിൽ പകുതിയാക്കി വെച്ച കുറെ കാര്യങ്ങൾ തിരിച്ചു പിടിക്കണം എന്നുള്ള പ്ലാനുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികളുടെ അവസാനത്തിൽ കുറച്ച് ഉറങ്ങണം, നന്നായി ഉറങ്ങണം. ഇതേയും ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാ. എന്ത് പറയുന്നു? ഞാൻ ഉറങ്ങുന്നത് കണ്ടപ്പോ അസൂയപ്പെട്ടിട്ടുള്ള ആളാണ് ചീഫ് സെക്രട്ടറി. അപ്പൊ ഇനി അതിനൊരു അവസരമാണ്. ഇന്ന് വിരമിക്കണം. അപ്പൊ ഇതുവരെയുള്ളൊരു വിലയിരുത്തൽ എങ്ങനെയായിരുന്നു നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ? അത് പറയാൻ ഞാൻ ആളല്ല, അത് മറ്റൊരാളോടാണ് ചോദിക്കേണ്ടത്. ഇപ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നന്നായി ഉറങ്ങണം, യാത്രകളൊക്കെ പോകണം എന്നുള്ള ആഗ്രഹം. ഇതുവരെ ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇതുവരെ ഈ ഒരു ദിവസങ്ങളിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു ദിവസം ഏതായിരുന്നു? ചീഫ് സെക്രട്ടറി സ്ഥാനത്തിരിക്കുമ്പോഴോ അതോ മൊത്തത്തിലാണോ? ചീഫ് സെക്രട്ടറി സ്ഥാനത്തിരിക്കുമ്പോൾ അപ്പം വയനാട് റീഹാബിലിറ്റേഷൻ ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. മാലിന്യമുക്ത നവകേരളം സമയബന്ധിതമായിട്ട് തീർക്കുക എന്നുള്ളത് വെല്ലുവിളിയായിരുന്നു. മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ ഈ ഒരു ചടങ്ങിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ പരിപാടികൾ തുടങ്ങും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 4 മണിയോടുകൂടിയാണ് ഈ ചടങ്ങുകൾ, സ്ഥാനമൊഴിയൽ ചടങ്ങുകളൊക്കെ ആരംഭിക്കുക. പുതിയ ചീഫ് സെക്രട്ടറി നാളെ ചുമതല ഏൽക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് ചലഞ്ചിങ് ഡേയ്സ് ഏതൊക്കെയായിരുന്നു, ടാസ്ക് ഏതൊക്കെയായിരുന്നു എന്നതായിരുന്നു. മാലിന്യ സംസ്കരണത്തിന്റെ വിഷയം ഞാൻ സൂചിപ്പിച്ചില്ല. അത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. പിന്നെ സർക്കാരിന്റെ ധാരാളം പോളിസീസും കാര്യങ്ങളും വളരെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉടനടി നടത്തിയെടുക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കറക്റ്റായിട്ട് നടത്തിയെടുക്കണം. അപ്പം സമയവും കറക്റ്റ്നെസ്സും ബാലൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതും ഒരു ചലഞ്ചാണ്. പിന്നെ അല്ലാതെ തന്നെ സിസ്റ്റത്തിന്റെ അകത്തുള്ള ചലഞ്ചസിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ചലഞ്ചസ് മാത്രമല്ല, നമ്മൾ നേരിടുക സന്തോഷം വരുന്ന നിമിഷങ്ങളുണ്ടാവും, അതുപോലെ തന്നെ സങ്കടപ്പെടുത്തിയ നിമിഷങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് റീകളക്ട് ചെയ്യണമെങ്കിൽ ഏതായിരിക്കും പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്? പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് തന്നെയാണ്. ഇപ്പം കേരളത്തിന്റെ ശരിക്കും ഒരു വേൾഡ് ഇതിന്റെ അകത്ത് പനോരമയിൽ സ്റ്റേജിൽ വളരെ വളരെ ശക്തമായിട്ട് തന്നെ കേരളത്തിന്റെ സ്ട്രെങ്സ് നമുക്ക് പ്രകടിപ്പിക്കാനായിട്ട് സാധിച്ചു. നല്ല റെസ്പോൺസ് കിട്ടി. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, കാണുന്നു. ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കുറെ നാളത്തെ, കുറെ മാസങ്ങളുടെ പ്രയത്നത്തിന്റെ ഒരു ഫലമായിരുന്നു അത് ശരിക്കും നമ്മുടെ നാടിന് നല്ല ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ 1ാം സംസ്ഥാനമായിട്ട് വന്നതിൽ ഇത് കൂടാതെയുള്ള പലതരത്തിലുള്ള തൂവലുകൾ നമുക്ക് കിട്ടി. SDGയിൽ വീണ്ടും നമ്മൾ തുടർച്ചയായിട്ട് 4ാം വർഷം ഒന്നാമതായിട്ട് നിൽക്കുന്നു. അപ്പോൾ കേരളത്തിന്റെ വികസന ഒരു പരിപ്രേക്ഷ്യത്തിന്റെ ഒരു വലിയ വാലിഡേഷനാണത്. സന്തോഷം എന്താ പറഞ്ഞ പോലെ സങ്കടങ്ങളുണ്ടായ ദിവസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു പെട്ടെന്നൊരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? സങ്കടമുണ്ടാവും. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ വിരമിക്കൽ ചടങ്ങ് ഉടൻ തന്നെ തുടങ്ങും. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ശാരദാ മുരളീധരൻ സംസാരിക്കുകയായിരുന്നു റിപ്പോർട്ടറിനോട്. അഷിൻ ഡിയോഗയാണ് വിവരങ്ങളുമായി അവിടെ നിന്ന് ചേർത്തത്.